ഹായ് വെൽക്കം ടു നമ്മുടെ ചാനൽ. അപ്പോൾ നമ്മുടെ അടുത്തൊരു വീഡിയോയ്ക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ഒരു പ്രത്യേകത വീഡിയോ എന്ന് പറയുന്നത് ഇതാണ് കേട്ടോ. നമ്മുടെ ഇന്നത്തെ വീഡിയോയുടെ ഏറ്റവും വലിയ പ്രത്യേകത അതെല്ലാവർക്കും എങ്ങനെ എത്രത്തോളം ഇഷ്ടപ്പെടും എന്നൊന്നും എനിക്കറിയില്ല, പക്ഷേ എന്നെ സംബന്ധിച്ച് ഞാൻ ഭയങ്കര ഹാപ്പി ആയിരുന്നു കേട്ടോ. വേറെ ഒന്നുമല്ല, പെരുമ്പിലാവ്, നമ്മുടെ കുന്നാളം തൊട്ടടുത്തുള്ള പെരുമ്പിലാവിലാണ് കേട്ടോ ഇങ്ങനൊരു റെസ്റ്റോറൻറ്റാണോ എന്താ പറയേണ്ടത് എനിക്കറിയില്ല. പേര് ഞാൻ പറയാം, വിദ്യാലോകം എന്നാണ് പേര് കേട്ടോ. അതിൻ്റെ ഒരു പ്രത്യേകത എന്താ വെച്ചാൽ നോക്കി, നമ്മുടെ പണ്ടത്തെ കാലഘട്ടത്തിലേക്ക് നമ്മളെ കൊണ്ടുപോയി. എനിക്ക് എന്താ പറയേണ്ടത് വാക്കുകളില്ല കേട്ടോ. പക്ഷേ ഞാൻ ഒരു 2 ദിവസം മുന്നേ ഞാൻ ഈ യാത്രയിൽ ഞാൻ അനുവേട്ടനോട് പറഞ്ഞു, നമുക്ക് ഈ ഹൈവേ ഇങ്ങനെ കാണുക, നമ്മുടെ പണ്ടത്തെ കുട്ടിക്കാലത്തുള്ള റോഡുകൾ, കട റൂമുകളിൽ ഇങ്ങനെ നിരപ്പലക കൊണ്ടുള്ള അങ്ങനെ കട അടയ്ക്കുന്നത്, പിന്നെ സിനിമ ടാക്കീസ്, ഇതൊക്കെ നമുക്ക് ഭയങ്കരമായിട്ട് മിസ് ചെയ്യണം. ഞാൻ 2 ദിവസം മുന്നേ അനുവേട്ടനോട് പറയുമ്പോഴേക്കാണ് ഇങ്ങനൊരു സംഭവം ഞങ്ങൾ അറിയണത്. അറിഞ്ഞ് അന്ന് തന്നെ ഞാൻ ഞങ്ങൾ അങ്ങോട്ട് പോയി. എനിക്ക് അവിടുത്തെ ഫുഡ് കഴിക്കുന്നതിനേക്കാളും കൂടുതൽ ഇൻട്രസ്റ്റ് എന്തായിരുന്നു വെച്ചാൽ ഈ കാഴ്ചകൾ കാണായിരുന്നു. അപ്പോൾ അതായത് സിനിമ ടാക്കീസാണ് കേട്ടോ. എനിക്ക് ഭയങ്കര സന്തോഷത്തോട് പറയുന്നുണ്ട്. നമ്മുടെ ഈ പട്ടയുടെ ദിലിപ്പായ അതുകൊണ്ടൊക്കെ അങ്ങനെ എന്തൊക്കെ പറയും, എനിക്കത് ഓർമ്മയില്ല കേട്ടോ. അപ്പോൾ നമ്മുടെ പിന്നെ പണ്ട് സിനിമയ്ക്ക് പോകുമ്പോൾ നമ്മൾ സിനിമ ടാക്കീസിൻ്റെ അടിയിൽ ഇങ്ങനെ ബക്കറ്റുകളും, റെഡ് കളറുള്ള ബക്കറ്റുകളും മണൽ നിറച്ചിട്ടുണ്ടാവും. തീ വന്നു കഴിഞ്ഞപ്പോൾ വേറെ എന്തൊക്കെയോ സംവിധാനങ്ങളാണ് അന്ന് ഇങ്ങനെയായിട്ട് മണൽ. പിന്നെ എന്താ പറയുക, പണ്ടത്തെ നമ്മുടെ ആ സിനിമയുടെ പോസ്റ്റ് ഒട്ടിച്ചുള്ള സ്ഥലം, പിന്നെ ടിക്കറ്റ് അടിക്കാൻ അങ്ങനെ ഒരു ഹോളായിരുന്നില്ലേ. നമ്മൾ കുറേ എന്താ പറയുക, മനസ്സിന് ഭയങ്കര ഒരു ഇഷ്ടം തോന്നിയിട്ട്. അതേപോലെ അവരെന്താണ് ഉദ്ദേശിക്കുന്നത് വെച്ചാൽ പണ്ടത്തെ പെരുമ്പലാവ്, ഒരുപാട് വർഷങ്ങൾക്ക് മുന്നേ ഉള്ള ഒരു പെരുമ്പലാവാണ് അവരിപ്പോൾ എത്രയോ ഏക്കറിൻ്റെ ഉള്ളിലാണ് സെറ്റ് ചെയ്തിരുന്നത്. പക്ഷേ ആ പുക പോകണ്ട, അതിന് എന്താണെന്നൊരു ഫീല് നമുക്ക് ശരിക്കും മൂന്നാറൊക്കെ പോകുമ്പോൾ മഞ്ഞ് വീഴണ ആ ഒരു ഫീലാണ്. പക്ഷെ അത് വെള്ളമാണ് കേട്ടോ, വെള്ളം സ്പ്രേ ചെയ്യുന്നതാണ്. പക്ഷെ നമുക്ക് അറിയില്ല, എന്താ പറയുക, പറഞ്ഞ കശുമാങ്ങ, അതിൻ്റെ മരം, പിന്നെ എന്താ പറയുക, ഇല്ലാത്തതൊന്നുമില്ല. നമ്മുടെ പണ്ടത്തെ നമ്മുടെ കുട്ടിക്കാലത്ത് നമ്മുടെ വീടിൻ്റെ മുറ്റത്തുണ്ടായിരുന്ന മാവുകളും എല്ലാം കണ്ട ഒരുപാട് ആൾക്കാർ ഇത് കാണാൻ വരുന്നുണ്ട് കേട്ടോ, ഒരുപാട്. അപ്പോൾ ഇന്നലെ ഞാൻ എൻ്റെ വീഡിയോ കാണുന്ന ഒരു ഫാമിലിയെ പരിചയപ്പെട്ടു, തൃശ്ശൂരുള്ളവരാണ്. അവർ ഇതിൻ്റെ ഒരു വീഡിയോ കണ്ടിട്ടാണ് ഈ ഒരു ഇത് അന്വേഷിച്ച് ഇവിടേക്കായിട്ട് വന്നു. അതിലെ പണ്ട് ഒരു ഔഷധശാല ഉണ്ടായിരുന്നു കേട്ടോ, ഈ വിക്കെ അതിൻ്റെ, പിന്നെ എന്താ പച്ചറക്ക് കട, നമ്മൾ പണ്ട് വെള്ളം തേവില്ലേ, ആ ഒരു ഇതാട്ടോ. അത് എൻ്റെ കുട്ടികൾക്ക് ഞങ്ങളുടെ പാടത്തിന് തേവണം ഞാൻ കണ്ടിട്ടുണ്ട് കേട്ടോ. പിന്നെ എന്താ പറയുക, വെള്ളച്ചാട്ടം, എന്തൊക്കെയാണ് അവരതിൻ്റെ ഉള്ളിൽ സെറ്റ് ചെയ്തിരിക്കണേന്ന് എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റും. അപ്പോൾ വന്ന വേഷം ഞങ്ങളോട് അവർ പറഞ്ഞോട്ടെ, നിങ്ങൾ എന്തായാലും ഫുഡ് കഴിക്കണേക്കാൻ വേണ്ടി ഇവിടെയൊക്കെ ഒന്ന് ചുറ്റി കറങ്ങി കാണണേ. എന്താ വെച്ചാൽ കാണാൻ മാത്രം ഉണ്ട്. അവരെ എന്താ പറയുക, അത് ഞാൻ പറഞ്ഞിട്ട് ഇത് എത്ര വർഷത്തെ അവരുടെ ഒരു കഷ്ടപ്പാടാണെന്നും ഓക്കെ ഞങ്ങൾക്ക് ഭയങ്കര ഒരു അതിശയം തോന്നിയിട്ട് നോക്കിയേ. അപ്പോൾ അങ്ങനെ ഞാൻ ഫുഡ് കഴിക്കാൻ മുകളിൽ വന്നിരുന്നു കേട്ടോ. മുകളിൽ വന്നിരുന്നപ്പോൾ തന്നെ ചുറ്റും നോക്കിയേ, നമ്മൾ മൂന്നാറൊക്കെ പോയിരിക്കുമ്പോൾ നമ്മൾ അങ്ങനെയൊക്കെ അവർ സെറ്റ് ചെയ്തു. പണ്ടത്തെ കാലഘട്ടത്തിൽ അതിലെ ടൈലുകൾ എല്ലാതും എങ്ങനെയാണ് അവർ അതിന് വേണ്ടി ഇത്രയും ഹാർഡ് വർക്ക് ചെയ്തതെന്ന് എനിക്കറിയില്ല. അതൊരു പ്രൊമോഷനോ കാര്യങ്ങളോ ഒന്നും അല്ല, ഭയങ്കര ഒരു നമ്മുടെ നാട്ടിൽ അതാണ് കൂടുതൽ. നമ്മളിത് പ്രൊമോഷനോ കാര്യമല്ല, പക്ഷെ നമ്മുടെ നാട്ടിൽ ഇങ്ങനെ ഒരു കാര്യം വരുമ്പോൾ നമ്മളത് എല്ലാവരും അറിയിക്കുക എന്നുള്ളത് കൂടി കേട്ടോ. പിന്നെ എനിക്ക് ഇത് കാണുന്നതിനൊപ്പം അടുത്തൊരു ഇൻട്രസ്റ്റ് എന്തായിരുന്നു പറയും, ഈ ഒരു പത്തിരി നമ്മുടെ ഉണ്ടപ്പൻ്റെ പേര് ഞാൻ പഠിക്കണമെങ്കിൽ അങ്ങനെയാണ് പറയുമ്പോൾ അവൾക്ക് ഞാൻ വിഷമമായിരിക്കും, കുട്ടിയെ ഇഷ്ടം കൊണ്ടാണ് കേട്ടോ. ഉണ്ടപ്പൻ്റെ വീട്ടിൽ ഞാൻ പത്തിരി നാളികേരപ്പാൽ വെച്ച് കഴിക്കണപ്പോഴത്തേക്ക് വേറൊരു ഇഷ്ടം തോന്നി. അപ്പോൾ കുറേ ദിവസങ്ങൾക്ക് ശേഷം പിന്നെ അരിപ്പത്തിരി അല്ലേ ചുട്ടെടുത്താണ് എനിക്ക് കഴിക്കാറ്, പിന്നെ ചിക്കൻ കറി. അങ്ങനെ ഞങ്ങൾ ആ അരിപ്പത്തിരി തപ്പിയിട്ടുള്ളൊരു വരവായിരുന്നു. പിന്നെ ചിക്കൻ മരുന്ന് വെക്കണ ഒരു ഇതുണ്ട്, പക്ഷേ അന്ന് അതുണ്ടായിരുന്നില്ല. ഇവിടെ പല ദിവസം പല സ്പെഷ്യലാണ് കേട്ടോ. അല്ലെങ്കിൽ ഇന്ന് കിട്ടുന്ന രാവിലെ നാളെ കിട്ടുക കേട്ടോ, അങ്ങനെ ഒരു കാര്യമുണ്ട്. പക്ഷേ പത്തിരി എന്നൊക്കെ പറഞ്ഞാണ്ടല്ലോ, പത്തിരി എന്ന് പറഞ്ഞാൽ ഇതൊക്കെയാണ് പത്തിരി, എന്ത് ടേസ്റ്റുള്ള നല്ല സോഫ്റ്റ്. അപ്പോൾ ഇത് കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇതിൻ്റെ ഓണർ കേട്ടോ, വിദ്യാമണി എന്നാണ് കേട്ടോ ആ ഒരു ചേട്ടൻ്റെ പേര്, ഇതിൻ്റെ ഓണറിൻ്റെ പേര്. എന്തായാലും നമ്മളെക്കാളും വയസ്സിന് ഒത്തിരി മൂപ്പുള്ള ഒരാളാണ്. അപ്പോൾ നമ്മൾ ആ ചേട്ടൻ തന്നെ വിളിക്കുകയാണ് കേട്ടോ, വിദ്യാമണി എന്നാണ് ആ ചേട്ടൻ്റെ പേര്. അപ്പോൾ ഇത്രയും വലിയൊരു ഷോപ്പിൻ്റെ ഉടമസ്ഥ നമ്മുടെ അടുത്തൊക്കെ വന്ന് സംസാരിക്കുമ്പോൾ ഞങ്ങൾ കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞങ്ങളുടെ അടുത്ത് വന്ന് സംസാരിച്ചു എങ്ങനെയുണ്ട് ഫുഡ് എന്നൊക്കെ ചോദിച്ചു കേട്ടോ. അപ്പോൾ ഞാൻ ഫുഡ് മാത്രമല്ല, ഇതൊക്കെ
ഇത് ആരുടെ ഐഡിയ ആണ് ഇങ്ങനെയെന്നൊക്കെ ചോദിച്ചു പറഞ്ഞു 2 വർഷത്തെ അവരുടെ കഷ്ടപ്പാടാണ് ഈ കാണുന്നത്. പക്ഷേ ഈ 2 വർഷത്തെ അവരുടെ കഷ്ടപ്പാട് ഒരു വിഷമം വിചാരിക്കരുത്, അതൊരു കഷ്ടപ്പാടല്ല. അതായത് ഇത്രയും ആൾക്കാരുടെ മനസ്സ് നിറയും ആ ഒരു കാഴ്ചകൾ കണ്ടു കഴിഞ്ഞാൽ അത് മതി. നമുക്ക് എപ്പോഴും പഴമയെ സ്നേഹിക്കുന്ന ആളാണ്. എനിക്ക് പഴമ ഭയങ്കര ഇഷ്ടം. പണ്ടത്തെ ഒരു കുട്ടിക്കാലത്തെ നമ്മൾ കണ്ട അത് ഇഷ്ടപ്പെടാത്തവരും ഉണ്ടാവില്ല കേട്ടോ. അങ്ങനെ ആ പ്ലേറ്റിൻ്റെ അടക്കം എന്തൊരു രസം നോക്കിയല്ലേ, ആ പ്ലേറ്റൊക്കെ ശരിക്കും ചട്ടീനെ ഇങ്ങനെ കരി പിടിച്ചപ്പോൾ അതൊരു ഫീലൊക്കെ അല്ലേ, എന്ത് രസമായിരുന്നു ചേട്ടാ. അതുപോലെ പത്തിരിയും നാടൻ വറുത്തരച്ച ചിക്കൻ കറി, എൻ്റെ പൊന്നു ഒരു രക്ഷയില്ല. ഞാൻ അതാ കഴിച്ചോട്ടെ, ഞാൻ പൊറോട്ടയോ മാറുന്നുണ്ട്. പിന്നെ കുന്തിരിക്കാൻ കത്തിച്ചിട്ടുണ്ട്. അവിടെ നിന്ന് അടുത്തൊരാൾ പോയതുണ്ട്. അപ്പോൾ നമുക്ക് ആ ഒരു സന്ധ്യ നേരിടാം. അതുപോലെ 5 മണി തൊട്ട് 11 മണി വരെ ഉള്ളൂ ഈ ഷോപ്പ്. പക്ഷേ പുലർച്ചെയല്ല, ഉച്ച കഴിഞ്ഞ് 5 മണി തൊട്ട് രാത്രി 11 മണി വരെയാണ്. ഒരു 5:30-6:30 ആയപ്പോൾ അവർ ആ കുന്തിരിക്കൊക്കെ ഒന്ന് വന്ന് കത്തിച്ചു. നമുക്ക് അപ്പോൾ കിട്ടുന്ന ഒരു പോസിറ്റീവ് എനർജി, അതായത് ഈ കുന്തിരിക്കത്തിൻ്റെ മണമൊക്കെ നല്ലതാണല്ലോ. കണ്ടത് നോക്കിക്ക് 3 പോലില്ല, അപ്പോൾ ഒക്കെ വെള്ളം സ്പ്രേ ചെയ്യണതാണ് അവർ ചെയ്യണ ഓരോ കാര്യങ്ങളും. എന്ത് രസം. ഇത് ആരുടെ ഐഡിയ ആണ്, എങ്ങനെയാണ് ഒന്നും എനിക്കറിയില്ല. പക്ഷേ ഇതേപോലെ ഈ ഭംഗി ഓരോ കടകൾ പഴക്കം തോടുന്ന ആ കട ശ്രദ്ധിക്കാണ്ട് അങ്ങനെ പോകാണ്ട് ഇരിക്കട്ടെ. ഇത് എപ്പോഴും ഇതേപോലെ ഇരിക്കണം. ചില വീട്ടിലുള്ള ഒരു പൈപ്പ് കടയ, ആ പൈപ്പ് അവിടെ ഇടും, പിന്നെ അത് ശരിയാക്കില്ല. അങ്ങനെ ചെയ്യരുത്. ഞാൻ പല സ്ഥലങ്ങളിൽ കണ്ടെത്തുന്ന ഒരു കാര്യമാണ്. പക്ഷേ ഇപ്പം നമ്മൾ യൂസ് ചെയ്യുന്ന ബാത്റൂമിൽ ഒരു പൈപ്പ് പൊട്ടി, നമ്മൾ വയ്ക്കുമ്പോൾ പുതിയൊരു പണി സ്റ്റീലൊക്കെ ആവും. പിന്നെ പൊട്ടി നമ്മൾ വിലക്കുറഞ്ഞ പ്ലാസ്റ്റിക് കൊണ്ടൊക്കെ അവിടുത്തെ ഒരു വൃത്തി പോകും. പക്ഷേ ഞാൻ ഇത്രയും ടൈറ്റും കാര്യങ്ങളൊക്കെ എൻ്റെ ലൈഫിലുണ്ടായിട്ടും ഗൾഫിൻ്റെ ഭാര്യയാണ്. മാസം 10,000 അയച്ചു തരുമ്പോൾ ഒരു പൈപ്പിന് അന്ന് 800-1000 രൂപയൊക്കെ ഉണ്ട്. അപ്പോഴും ഞാൻ പ്ലാസ്റ്റിക് ഞാൻ മേടിച്ച് വയ്ക്കില്ല കേട്ടോ, സ്റ്റീൽ മാത്രമേ ഞാൻ മേടിച്ച് വയ്ക്കുള്ളൂ. എന്താ വെച്ചാൽ അത് ഇന്നും നമ്മൾ അതുപോലെ ഞാൻ പുതുമയിൽ കൊണ്ട് നടക്കണമെന്ന് ചിന്തിക്കണോട് കേട്ടോ. അങ്ങനെ ഞങ്ങൾ മനസ്സ് നിറഞ്ഞ് ഫുഡും കഴിച്ച് മനസ്സും വയറൊക്കെ നിറഞ്ഞു. ഞാനത് കൈയൊക്കെ എഴുതി നിൽക്കുമ്പോൾ കുട്ടികളുടെ കൗതുകം മാറണില്ലല്ലോ. കുണിക്ക് സത്യം പറഞ്ഞാൽ അടിയൊക്കെ കിട്ടുമെന്ന് വിചാരിച്ചിട്ട് കുണിക്കിൻ്റെ വാശി അവിടെ നിന്ന് വരുന്നതിന് ഭയങ്കര വാശി. വേറെ ഒന്നുമില്ല, അവിടെ കളിക്കാൻ നോക്കി. അന്ന് ഫസ്റ്റ് ക്ലാസ് ടിക്കറ്റിന് 3 രൂപ 50 പൈസ, 2 രൂപ 50 പൈസ, 1 രൂപ. ഞാൻ കുഞ്ഞിനോട് പറഞ്ഞല്ലോ 5 രൂപയ്ക്ക് കൊണ്ടിട്ട് സിനിമയ്ക്ക് പോയാൽ മിഠായും തിന്നാൻ ഷോടയും കുടിക്കാം, സിനിമയ്ക്ക് ടിക്കറ്റ് എടുത്ത് വരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. എൻ്റെ വീട് തൊട്ടടുത്ത് ലക്ഷ്മി മൂവീസ് എന്ന് പറഞ്ഞൊരു ടാക്കീസായിരുന്നു കേട്ടോ. എൻ്റെ കുട്ടിക്കാലം തൊട്ട് അവിടെ സിനിമ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വീട്ടിലേക്ക് കേൾക്കാം, നമുക്ക് അതിൻ്റെ ഡബ്ബിങ്ങൊക്കെ കേൾക്കാം കേട്ടോ. അങ്ങനൊരു കാലഘട്ടം ഉണ്ടായിരുന്നു. ഇതൊരു മനോഹരമായൊരു കാലഘട്ടം. ഇനി ഒരിക്കലും കണ്ട EVK ഔഷധശാല, എൻ്റെ ഒരു കൂട്ടുകാരുണ്ട് EVK ചന്ദ്രൻ. അപ്പോൾ ആ ചന്ദ്രനൊക്കെ പണ്ട് അവിടെ അങ്ങനെ ജോലിക്ക് ഇന്നേന്ന് അനിയേട്ടൻ പറഞ്ഞ ജോലിക്കാണ്. ഇപ്പോൾ അവർക്ക് സ്വന്തമായിട്ടുണ്ട് കേട്ടോ. കാരണം അതിൻ്റെ പേര് കേട്ടില്ലേ, പേര് ഇതേ കാണിച്ചല്ലോ അല്ലേ. അങ്ങനെ എന്താ പറയുക. ഇനിയിപ്പോൾ ഇവിടെ ഒരു വെള്ളച്ചാട്ടം ഉണ്ട് കേട്ടോ, അവിടേക്ക് പോകാൻ നിൽക്കുമ്പോൾ ഇപ്പം ഞങ്ങൾ ഇറങ്ങുമ്പോൾ ഒരു 7 മണി സമയമാണ് കേട്ടോ. 7 മണിയുടെ ഒരു മനോഹരമായിട്ടൊരു കാഴ്ചയാണ് കാണുന്നത് കേട്ടോ. എന്തെന്നാ പറയുക, എനിക്ക് സത്യം നിന്നിട്ട് ഞാൻ കുണിക്കാൻ തരുന്നത് അമ്മ. ഇനി നമുക്ക് ശോഭ സിറ്റി പോകണ്ട, ഇനി നമുക്ക് ഇവിടെ സത്യം ഞങ്ങൾക്ക് ഇതാണ് ലാഭം. ഞങ്ങൾക്ക് 2 കിലോമീറ്റർ ഉള്ളൂ നമ്മുടെ വീട്ടിൽ നിന്ന് ഈ വിദ്യാലോകത്തേക്ക്. നമുക്ക് 2-2.5 കിലോമീറ്ററിൻ്റെ ഉള്ളിലാണ് നമ്മുടെ ഈ സ്ഥലം സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ശോഭ സിറ്റി പോകണമെങ്കിൽ നമുക്കൊരു 10-20 കിലോമീറ്റർ പോകണം. ആ വണ്ടിയിലടിക്കുന്ന കാശും അവിടെ നിന്ന് അവിടെ പോയിട്ട് അവർക്ക് എന്തെങ്കിലും മേടിച്ചു കൊടുക്കുന്ന കാശുണ്ടെങ്കിൽ ഇവിടെ സുഖമായി വന്ന് നല്ല നാടൻ പത്തിരിയും, ശരീരത്തിന് കേടില്ലല്ലോ, നല്ല നാടൻ പത്തിരിയും ചിക്കൻ കറിയൊക്കെ ഈ ഫ്രൈഡും കാര്യങ്ങളൊക്കെ തിന്നേക്കാൻ എത്രയോ നല്ലതല്ലേ. ഇനി ഇതിനെ പറ്റിയിട്ട് എന്താ പറയുക, ഇതിനെപ്പറ്റി എല്ലാവർക്കും ഏകദേശം മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതിൻ്റെ ലൊക്കേഷൻ മനസ്സിലാവാനൊന്നുമില്ല. നമ്മുടെ പെരുമ്പാവൂർ അൻസാർ ഹോസ്പിറ്റലിൻ്റെ തൊട്ടപ്പുറത്തുള്ള വഴിയിലാണ് കേട്ടോ ഉള്ളത്. അപ്പോൾ ആരെങ്കിലും പോകാത്തവരുണ്ടെങ്കിൽ പോകണം. നമ്മുടെ നാട്ടിലുള്ളവർ ഞങ്ങൾ ഇപ്പോഴേ ഇന്നലെ അറിഞ്ഞിട്ടുള്ളൂ, അറിഞ്ഞൊന്നും തന്നെ ഞാൻ പോയിരുന്നില്ല. അപ്പം ഇനി അറിയാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ എത്രയും വേഗം പോകണം കേട്ടോ. എന്താ വെച്ചാൽ എന്താ പറയുക, അത്രയും അടിപൊളിയാണ് അവരുടെ സിറ്റീൻസ്. അവരുടെ 2 വർഷത്തെ ഒരു കഷ്ടപ്പാട് ഇത്രയും മനോഹരമായി നടത്താൻ പറ്റിയല്ലോ ഇങ്ങനെയല്ലേ. ഇതൊക്കെ ആരെങ്കിലും ചെയ്യാൻ പറ്റണേ അത് വലിയൊരു കാര്യമാണ്. നമ്മുടെ പണ്ടത്തെ കാലഘട്ടം ലൈഫിലേക്ക് കൊണ്ടുവരണം. നമുക്ക് ഈ ഒരു വെള്ളച്ചാട്ടം അവർ സെറ്റ് ചെയ്ത് നോക്കി എന്തൊരു രസമെന്ന് പറയുന്നത്. ഇങ്ങനെയൊന്നും അല്ലാട്ട് കാണാൻ ഭയങ്കര രസമാണ്. എനിക്ക് അവരെ പറ്റി പറഞ്ഞാലും വാക്കുകളില്ല. നമ്മൾ എന്താ പറയുക, കുണിക്കുകയും സത്യം പറയില്ല, അവിടെ നിന്ന് വരണമെന്നില്ല. അപ്പം നമുക്ക് ഇതുപോലെ കോഴിക്കോട് റൂട്ടിലൊക്കെ ഈ സഞ്ചരി കോഴിക്കോട് നിന്നും കണ്ണൂരിൽ നിന്നൊക്കെ വരുന്നവർക്ക് ഈ ഒരു വഴി പോകുകയാണെങ്കിൽ ആർക്ക് വേണമെങ്കിൽ ഇവിടെ കയറാൻ പറ്റും കേട്ടോ. ഹൈവേയിൽ തന്നെയാണ് ഈ ഒരു റെസ്റ്റോറൻറ്റ് സ്ഥിതി ചെയ്യുന്നത് കേട്ടോ. അവിടെ നോക്കി വെള്ളം സ്പ്രേ ചെയ്യുമ്പോൾ വെള്ളമെന്നായിട്ട് നമുക്ക് തോന്നില്ല, ഒരിക്കലും തോന്നില്ല. നമുക്ക് ഈ മൂന്നാറൊക്കെ പോകുമ്പോൾ ഇങ്ങനെ മഞ്ഞ് വരില്ല, ആ ഒരു ഫീലല്ലേ. എനിക്ക് അങ്ങനെയായിരുന്നു കേട്ടോ, ഭയങ്കര ഒരു ഫീലായിരുന്നു. ഞങ്ങൾ പൊന്നൂൻ്റെ ഒരു കല്യാണ വർക്ക് ഉണ്ടായിരുന്നു പൊന്നൂൻ്റെ. അപ്പോൾ കല്യാണ വർക്ക് പൊന്നൂൻ്റെ കൂടെ ഞങ്ങൾ പോയി അവിടെ കുട്ടീൻ്റെ മേക്കപ്പ് ചെയ്യുന്ന വരയ്ക്ക് ഞാനും കുണുക്കി
കാർത്തും പുറത്തു നിന്നു ടൈനേട്ടന് പുറത്തു നിന്നു. അവരെ ബന്ധുക്കൾ വന്നു, ഒരുപാട് ആൾക്കാർ വന്ന് നമ്മളോട് സംസാരിച്ച് നമ്മുടെ ഇഷ്ടമുള്ള ഒരുപാട് ആൾക്കാർ. അവരുടെ ഒരു സംസാരം മാത്രം മതി നമുക്ക് ഹാപ്പിനെസ്. അപ്പോൾ അവരെ ഒരു വല്യമ്മയും അമ്മായിയെ തോന്നുന്നു നമ്മളോട് അത് കുറേ നേരം സംസാരിച്ചിട്ട്. അപ്പോൾ ഭയങ്കര സന്തോഷം. എന്ന് വെച്ചാൽ ഒരുപാട് വർഷമായിട്ട് അവർ നമ്മുടെ വീഡിയോ കാണുന്നു, നമ്മളെ ഇഷ്ടപ്പെടുന്നു, നമ്മളതിനെ സ്വന്തം വീട്ടിലുള്ള ഓരോരുത്തർ കാണുന്ന പോലെ കണ്ടപ്പോഴൊക്കെ ഭയങ്കര നല്ലൊരു ആൾക്കാരായിരുന്നു കേട്ടോ. അപ്പോൾ കുണുക്കൻ റോട്ടിലൂടെ അവർക്ക് നടക്കാൻ ഓടുമ്പോൾ നമ്മൾ ചീത്തല്ല, വണ്ടി വരുന്നു. അപ്പോൾ ഈ ഒരു റോട്ടിലൂടെ വണ്ടി ഒന്നും വരില്ല. ആ ഒരു സന്തോഷത്തിലാട്ടോ കുണിക്ക് ഓടുന്നത്. അപ്പോൾ കുണിക്കിനോട് എന്താ പറഞ്ഞത്, അമ്മ ഇവിടെ ഓടി കിടക്കുന്നതുകൊണ്ടൊന്നും കുഴപ്പമില്ലായിരുന്നു, ഇതാ ടീ ഷോപ്പ് എന്നിട്ട് പണ്ടത്തെ കാലത്ത് അവർ നോക്കി ആ ചെമ്മരുമൊക്കെ നിങ്ങൾ നോക്കി പണ്ടത്തെ ജയൻ്റെയും പ്രേമ നസീറിൻ്റെ ഒക്കെ സിനിമയുടെ ചിത്രങ്ങളും എന്താ മധു അശു എന്താ എനിക്ക് പറയാൻ വാക്കുകളില്ല. ആരെങ്കിലും പോവാത്തവരുണ്ടെങ്കിൽ ഒന്ന് പോയി നോക്കണം. ഫുഡിനൊന്നും ഒരുപാട് അവർ റേറ്റ് ഈടാക്കണില്ല കേട്ടോ. അതും ഉണ്ട് ഒരു മെയിൻ. മറ്റുള്ള റെസ്റ്റോറൻറ്റിൽ വെച്ച് നോക്കുമ്പോൾ ഫുഡിന് ഒരുപാട് റേറ്റോ കാര്യങ്ങളില്ല, പക്ഷേ ഉള്ളത് ബെസ്റ്റായിട്ടാണ് അവർ നമുക്ക് തരുന്നത്. എന്നെ വീഡിയോ ആരും എടുക്കാനില്ലാത്തതുകൊണ്ട് ഞാൻ സെൽഫി വീഡിയോ എടുത്തു വിട്ടാം. അപ്പം ഞങ്ങൾ ചിക്കൻ്റെ ആ മരുന്ന് ഉണ്ടോയെന്ന് തേടി പോയി, പക്ഷെ കിട്ടിയില്ല. ഇങ്ങനെ ഉള്ള ദിവസം നമുക്ക് പോയി കഴിക്കാം എന്ന് വിചാരിക്കുന്നു. അങ്ങനെ ഇനി എന്തായാലും എന്ന് പോയാലും പത്തിരി നമ്മൾ മിസ് ചെയ്യില്ല കേട്ടോ. പത്തിരി ഒരു സംഭവം തന്നെയായിരുന്നു, അടിപൊളി പത്തിരി തന്നെയായിരുന്നത്. ഇപ്പോൾ ഇവിടെ ഇങ്ങനെ പെണ്ണുങ്ങൾക്കൊക്കെ ഫോട്ടോ എടുക്കാനുള്ളൊരു സെറ്റപ്പും കാര്യങ്ങളും ഒക്കെ ഉണ്ട് കേട്ടോ. നോക്കിയൊക്കെ. അപ്പോൾ ഇതാണ് നമ്മുടെ പണ്ടത്തെ പെരുമ്പിലാവ്. അപ്പോൾ ആരും സ്ഥലപ്പേര് മറക്കണ്ട. വീഡിയോ എന്താ വെച്ചാൽ രാവിലത്തെ തിക്കും തിരക്കും കഴിഞ്ഞ് കൊടുക്കണമെങ്കിൽ സ്കൂളിലാക്കി ഞങ്ങൾക്ക് പച്ചക്കറി മേടിക്കാൻ പോകണം. ഉപ്പേരിക്ക് കുറച്ച് കഷ്ണങ്ങൾ സാധനങ്ങൾ മേടിക്കാൻ പോകണം. വേറെ ഒന്നുമില്ലല്ലോ, അല്ല ഉപ്പേരിക്ക് തിന്നിട്ട് അധികം ഇരുന്ന് തിന്നാലോ വെച്ചിട്ടാ, വേറെ ഒന്നും ഇല്ലല്ലോ. ഒരു ചപ്പാത്തി കുറച്ച് ഉപ്പേരിക്ക് ഓരോ അപ്പോൾ ഒന്ന് തിന്നാൻ ഒരു ആഗ്രഹം. മനുഷ്യാവസ്ഥയിൽ ആഗ്രഹങ്ങളില്ലാത്ത മനുഷ്യന്മാരില്ലല്ലോ. അപ്പോൾ അങ്ങനെ ഉണ്ടാക്കാന്ന് വെച്ചിട്ടുണ്ട്. പിന്നെന്താ പറയുക, അപ്പോൾ നമുക്കൊരു കമൻറ്റ് വന്നാട്ടോ, അത് പറയാണ്ടിരിക്കാൻ വയ്യ. ഒന്ന് ഞാൻ ഓഫ് ചെയ്താ ഏസിയുടെ ശബ്ദം കണ്ടു വെച്ചിട്ട് ഒന്ന് ഓഫ് ചെയ്താ. അപ്പോൾ കമൻറ്റ് വേറെ ഒന്നുമില്ല, നിങ്ങൾ ഗുരുവായൂരപ്പം വിഷ്ണുമായ കൃപാസനം ഏതെങ്കിലും ഒന്ന് പിടിക്കാൻ, എല്ലാം ഇതാക്കി പിടിക്കരുത്. അപ്പം ഞാൻ പറയട്ടെ, നിങ്ങൾക്ക് ദൈവങ്ങളെല്ലാം ഒന്നാണ്, മനസ്സിലായി. മുസ്ലിം ആയാലും ഹിന്ദു ആയാലും ക്രിസ്ത്യൻ എല്ലാ ദൈവങ്ങളും ഞങ്ങളുടെ മനസ്സിൽ ഒരേ സ്ഥാനം തന്നെയാണ്. ഞങ്ങൾ പോയിട്ടുള്ളത് ഭീമപള്ളിക്ക് പണ്ട് പോയിട്ടുള്ളത്, ഇനിയും പോകാൻ ചാൻസ് ഉണ്ട്, ഞങ്ങൾ അങ്ങോട്ട് പോകും. എല്ലാ ദൈവങ്ങളും ഒന്നാണെന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ മനസ്സിൽ ഞങ്ങളുടെ ഒരു ഞാൻ പറയാം, ഓരോരുത്തർക്കും ഓരോ വിശ്വാസങ്ങളാണല്ലേ. അപ്പോൾ അത് മറ്റൊരാൾ വിചാരിച്ചുകൊണ്ട് ആ വിശ്വാസം നമുക്ക് തകർക്കാൻ പറ്റില്ല അല്ലേ. അപ്പം ഞങ്ങളുടെ വിശ്വാസമാണ് ഹിന്ദു മതമായാലും ക്രിസ്ത്യൻ മതമായാലും മുസ്ലിം മതമായാലും ദൈവങ്ങളൊക്കെ ഒന്നാണ്. പിന്നെ മനുഷ്യന്മാരിലെ ഇപ്പം 2 ജാതിയുള്ളൂ, ആണ് പെണ്ണ് എന്നുള്ള ജാതി. വേറെ ജാതി മതമൊന്നും നമ്മൾ കണക്കാക്കണില്ല. മനുഷ്യന്മാരെല്ലാവരും ഒരുപോലെയാണ്. അങ്ങനെയൊക്കെ തന്നെയാണ് നമ്മൾ ചിന്തിക്കുന്നതും നമ്മുടെ ജീവിത രീതികളും അങ്ങനെ തന്നെയാണ്. അപ്പം ഞങ്ങൾ എന്ത് ദൈവത്തിനെ വിളിക്കണം അതൊക്കെ ഓരോരുത്തരുടെ പേഴ്സണലായിട്ടുള്ള ഇഷ്ടങ്ങളും കാര്യങ്ങളാണ്. അപ്പം ഞങ്ങൾ കൃപാസനത്തിന് പോകണം, അത് ഞങ്ങളുടെ ഇഷ്ടത്തിനാണ്. ഞങ്ങൾ കൃപാസനത്തിന് പോകണം. ഞങ്ങൾ പറ്റുന്ന ദിവസങ്ങളൊക്കെ ഞങ്ങളോട് പറയണം. അവരൊക്കെ കൃപാസനത്തിൽ പറ്റുന്ന സമയത്തൊക്കെ ഞങ്ങൾ പോകാറുണ്ട്. പളനി പോകാറുണ്ട്, വിഷ്ണുവാട് അമ്പലത്തിൽ പോകാറുണ്ട്, ഗുരുവായൂർക്ക് പോകാറുണ്ട്. ഇപ്പോൾ 2 ദിവസമായി ഗുരുവായൂർ പോകാറുണ്ട്, പറ്റിയിട്ടില്ല. ഇനി എത്രയും പെട്ടെന്ന് സമയം കിട്ടിയാൽ ഞങ്ങൾ ഗുരുവായൂരപ്പൻ്റെ അടുത്ത് കൂടിയെത്തും. അത് ഞാൻ പറ്റേ ഞങ്ങളെ ഞാൻ പറ്റുന്ന മനുഷ്യന്മാരെക്കാളും ദൈവങ്ങളോടല്ലേ നമ്മൾ പോയി പണ്ട് കാര്യം. മനുഷ്യന്മാരോട് പറഞ്ഞാൽ ഞാനില്ലേ ഓരോ നെഗറ്റീവും അതിനേക്കാൾ എത്രയോ ഭേദം ദൈവത്തിനോട് പറയും. നമ്മുടെ പരാതികളും വിഷമങ്ങളൊക്കെ ദൈവത്തിനോട് പറയും. അവരോടല്ലാണ്ട് നമ്മൾ ആരോട് പറയാം നമ്മുടെ വിഷമം. അപ്പം നമുക്ക് ബുദ്ധിമുട്ടും കാര്യങ്ങളും വരുമ്പോൾ, അല്ലെങ്കിൽ നമുക്ക് മനസ്സിന് തീരെ സുഖമില്ലാണ്ടാകുമ്പോൾ നമ്മൾ ആഗ്രഹിക്കുന്നതാണ് ദൈവത്തിന്റെ നടയിൽ വയ്യാണ്ട് കിടക്കുമ്പോ മുസ്ലിംസ് ആണോ ക്രിസ്ത്യൻസ് ആണോ ഒരു തുള്ളി വെള്ളം തരാൻ നമുക്ക് അറിയില്ലല്ലോ. നമ്മളിപ്പോ പോകുമ്പോ വഴിയിൽ തല കറങ്ങി വീണു. അപ്പൊ നമ്മുടെ ജാതിയെ പറ്റി പറയല. അപ്പൊ നമ്മൾ എല്ലാ ദൈവത്തിനെ ഒരേമാതിരി കാണുന്നതാണ്. മനുഷ്യന്മാര് മുസ്ലിം അല്ല, അവൻ്റെ വെള്ളം കുടിക്കില്ല, ക്രിസ്ത്യാനിൽ അവൻ്റെ വെള്ളം കുടിക്കില്ലാണ്ട് അവിടെ വെള്ളം കുടിക്കാണ്ട് കിടന്ന് ചാവേണ്ടി വരും. അതൊന്നുമല്ല. നമ്മളെ ദുട്ടിനാണ് ഈ മതം പറഞ്ഞിട്ട് നിങ്ങൾ എന്തിനാണ് ഈ തല്ലുണ്ടാക്കുന്നത്? ഇനിയും നിങ്ങൾ അതിന് നിങ്ങളുടെ നാട്ടിലത്തെ അയ്യപ്പൻ വിളക്ക് ഉണ്ട്, അത് കണ്ടു കഴിഞ്ഞാലാണ് ഞങ്ങൾക്ക് ഞങ്ങളുടെ നാട്ടിലെ അയ്യപ്പൻ വിളക്ക് ജാതി മതം അല്ലാണ്ട് എല്ലാവരും അതിപ്പോ എല്ലായിടത്തും അങ്ങനെയാണ്. എന്നാലും നമ്മുടെ അവിടെ കുറെ വർഷമായിട്ട് ഇങ്ങനെയാണ്. ഈ മുസ്ലിംസ് അതിന് എന്ത് പിരിവ് നടത്താനും അവരെ വീട്ടിലെ എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുക്കുക, എല്ലാ കാര്യങ്ങൾക്കും. ക്രിസ്ത്യൻസ് ആയാലും എല്ലാം. അത് നമുക്ക് പൂര നാട്ടിലെ പൂരായാലും ഏതായാലും ജാതിയും ഇല്ല. പെരുന്നാളിലൊക്കെ ഇവിടെ ഹിന്ദുക്കളാണ് പള്ളിയിൽ ഫുള്ളുണ്ടാവുക. അതെന്താ വെച്ചാൽ അങ്ങനെയല്ല. നമുക്ക് നമ്മുടെ നാട്ടിലുള്ള നമ്മുടെ ദൈവങ്ങൾ ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾക്കത് വേറിട്ട് കാണിക്കാത്തടത്തോളം കാലം വരെ ഞങ്ങളുടെ മനസ്സിൽ എന്നും അവർ ഒരേ സ്ഥാനമാണ് ആ 3 ദൈവങ്ങൾക്കും.
അപ്പോൾ അതിൽ ഒന്നാണെന്നുള്ള നിലയ്ക്കാണ് നമ്മൾ കാണുന്നത്, അവരെ പ്രാർത്ഥിക്കുന്നതും ഒക്കെ. അപ്പോൾ അതൊക്കെ ഓരോരുത്തരുടെ വിശ്വാസമാണ്. അത് നിങ്ങളുടെ എന്ത് അല്ലാതെ കുറ്റം നെഗറ്റീവായിട്ട് ഇട്ടതുകൊണ്ടാണ് ഞാൻ നെഗറ്റീവായിട്ടുള്ള മറുപടി തന്നെ കൊടുത്തത്. പോസിറ്റീവായിട്ടുള്ളതാണെങ്കിൽ കുഴപ്പമില്ല, നെഗറ്റീവായിട്ട് പിന്നെ നമ്മൾ കൃപാസനത്തിൽ പോകുന്നുണ്ട്, അവിടെ ഒരിക്കലും അവർ നിങ്ങളോട് നിങ്ങൾ അമ്പലത്തിൽ പോവല്ലേ നിങ്ങളുടെ അതിനായിട്ട് എന്താ പറയുക ഉടമ്പടി എടുത്തിട്ടുണ്ട്. ഞാന് ചന്ദനക്കൂടി വരച്ചിട്ടൊക്കെ അമ്പലത്തിൽ ബന്ധപ്പെട്ട് അവിടെ ഞങ്ങളോട് ഉടമ്പടി എടുത്തപ്പോഴും പറഞ്ഞത് നിങ്ങളുടെ സന്ധ്യാദീപം കഴിഞ്ഞിട്ട് നിങ്ങൾ പ്രാർത്ഥിക്കാനാണ്. അങ്ങനെ നമ്മുടെ അമ്പലക്കാരെ അതായത് ദൈവങ്ങളെ നിങ്ങൾ ഹിന്ദു മതത്തിനെ വിശ്വസിക്കാൻ പാടില്ലെന്ന് അവിടെ നിന്ന് ഒരു പൊയ്ക്കുമല്ല. അങ്ങനെ സന്ധ്യാദീപം വെച്ച് നിങ്ങൾ പ്രാർത്ഥിച്ചതിൻ്റെ ശേഷം ഞങ്ങൾ പ്രാർത്ഥിക്കാന്ന് പറയില്ലല്ലോ. അപ്പോൾ ചിലർ പറഞ്ഞു കൃപാസന സംഭവം, അതൊക്കെ ഓരോരുത്തരുടെ വിശ്വാസമാണ്. ഞങ്ങളെ സംബന്ധിച്ച് എല്ലാ ദൈവങ്ങളും ഒന്നാണ്. ഞങ്ങൾ ദൈവത്തിനെ വിളിക്കും, എന്തെങ്കിലുമൊക്കെ വിളിക്കുമ്പോൾ ഞങ്ങളുടെ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ സാധിക്കില്ല. ഒറ്റ നിലയ്ക്ക് കോടീശ്വരന്മാരാവണമെന്ന് വെച്ചാൽ നടക്കില്ലല്ലോ. പക്ഷേ ഞങ്ങളുടെ കുഞ്ഞു കുഞ്ഞു എല്ലാ ആഗ്രഹങ്ങളും നിങ്ങൾക്ക് സാധിപ്പിച്ച് തരുന്നുണ്ട്. ഞങ്ങളുടെ കൃപാസന മാതാവായാലും വിഷ്ണുവായാലും ഗുരുവായൂരപ്പനായാലും പിന്നെ കുറേ ആൾക്കാർ കൂടോത്തറും കുട്ടിച്ചാത്തവും ഞങ്ങൾ ആ വഴിയിലേക്കൊന്നും ഞങ്ങൾ തിരിയണില്ല. എത്ര വലിയ ശത്രുക്കളായാലും അവർക്ക് നാശം വരാൻ വേണ്ടിയിട്ട് 10 രൂപ കൊണ്ട് അമ്പലത്തിൽ കൊടുക്കുക. നിങ്ങൾ ആ ചെയ്യണ ഒന്ന് ചിന്തിക്കുക. അങ്ങനെ ചെയ്യണ ഒരുപാട് ആൾക്കാരുണ്ട്. പേഴ്സണലി നമുക്ക് അറിയണം, നല്ല അടുത്ത ഒരാളുണ്ട്. അപ്പോൾ അവരോട് ഞാൻ പറഞ്ഞത് 10 കുഴി ആരാനും കുത്തിയാൽ 11ാമത്തെ കുഴി നമ്മൾ തന്നെ പോയി ചാടും. 1. രണ്ടാമത്തത് നമ്മുടെ മക്കളെ സ്കൂളിലേക്ക് പറഞ്ഞേക്കും ഇല്ലേ, അവർ സ്കൂൾ വിട്ട് ഞങ്ങളുടെ തിരിച്ചു വരിക നമ്മുടെ അടുത്തേക്ക്. അതേപോലെയാണ് ഈ ആഭിചാരകർമ്മങ്ങളും കൂടോത്രം ചെയ്യണവർ. ഇപ്പോൾ ഒക്കെ നമ്മുടെ നല്ല സമയത്തിന് ഈ വിടും. പിന്നെ ഇതൊക്കെ നമുക്ക് മോശമായ സമയമാകുമ്പോൾ ഈ പോയവരൊക്കെ തിരിച്ച് ഈ മൂർത്തികളൊക്കെ തിരിച്ച് നമ്മളെ തേടി എത്തും. അപ്പൊ നമുക്ക് അനുഭവിക്കാൻ നമ്മളൊക്കെ തന്നെ ഉണ്ടാവുള്ളൂ ഈ കാര്യങ്ങൾ. അപ്പോഴും ഭീഷണി എന്ന് പറഞ്ഞ ആ സംഭവം നമ്മുടെ അടുത്തേക്ക് വന്നിട്ട് കാര്യമില്ല. അതങ്ങനെ വില പോണ ഒരാളല്ല, മനസ്സിലാക്കിയോളെ. ഞാൻ ഈ പാവത്തിന്റെ അതൊക്കെ നിൽക്കും പറഞ്ഞിട്ട് അല്ല. അല്ല നിങ്ങളുടെ ധാരണയിലൊക്കെ ഒരു ധാരണ ഉണ്ട്, നമ്മളോട് എതിർപ്പായിട്ട് നിൽക്കുന്നവരോടാട്ടോ നെഗറ്റീവ് പറഞ്ഞിട്ട് വേറെ നിങ്ങളൊന്നും ചിന്തിക്കരുത്. നെഗറ്റീവായിട്ട് നിൽക്കുന്നവരോടാണ് പറയണത്, വേറെ ഒന്നുമല്ല. ഇപ്പൊ അഹങ്കാരി പറഞ്ഞില്ലേ വൈറ്റും അഞ്ചേട്ടന് നല്ല ഭംഗിയ. പിന്നെ നീ എന്നെ ചൊടിപ്പിക്കാനാണ് ഈ അനിലേട്ടനെ ഇങ്ങനെ പിടിക്കണ തെറ്റി മകളെ. നാട്ടേക്കില്ല സാങ്കേതിക അങ്ങനെ ഒരു ചൊടിപ്പും പേരില്ല, മനസ്സിലായ? നീ എന്നെ ചൊടിപ്പിക്കാനാണ്. എൻ്റെ ഭർത്താവിന് വൈറ്റും ഇഷ്ടമാണ്. അനിലേട്ടൻ അഹങ്കാരം എന്തോ ഒരു മാച്ച്. നീ ആരാ എവിടെ കളിക്കണമെന്ന് നല്ല ബോധ്യം ഇപ്പം എനിക്ക് മനസ്സിലായി. ഞാൻ പറഞ്ഞേ നമ്മൾ ഇതിനൊക്കെ ഒരു തമ്പിട്ട് വെച്ചിരിക്കുന്നതാണ്, മനസ്സിലായേ? അത് നീ ആലോചിച്ചോ. ഞങ്ങൾ നിൻ്റെ മരുമകൻ കേസ് കൊടുക്കാൻ പോയില്ല. വെയിറ്റ് ചെയ്യേ, എന്തിനാ തിടുക്കണം? ഞങ്ങൾക്കൊരു തിടുക്കില്ലല്ലോ. ഞങ്ങൾ സാധാരണ പോലെ തന്നെയാണ് പോണത്. നീയും അവിടെ ഇരിക്കുക, നീ ഉള്ളടത്ത് ഇപ്പോൾ ഇരിക്കുന്നതിന് നീ വരും, വരാണ്ട് നീ എവിടെയും പോലും. അപ്പം നീ എന്നെ എന്ത് കമൻറ്റ് ഇട്ടാലും നോ പ്രോബ്ലം, ഓക്കെ? പിന്നെ എന്താ പറയാമെന്ന് പിന്നെ പറയാൻ വന്നത് വേറെ ഒന്നും കേട്ടോ. ഇന്നലെ സൺഡേ ആയിരുന്നു. അപ്പം ഇന്നലെ പത്തിരി എനിക്ക് വേണ്ട മകന് ഞങ്ങൾ കാപ്പി പിടിക്കാൻ തരാം. വിത്തൗട്ട് കാപ്പി ഉണ്ണിയോളം സ്കൂളുണ്ടാക്കി പച്ചക്കറി. എനിക്ക് വേണ്ട അവിടെ വയ്ക്കാം. ഓക്കെ, വേണ്ട. സമൂസ ഉണ്ടാ ഉണ്ണികൾക്ക്? അതാ പിന്നെ ഇഷ്ടം. ഞാൻ എൻ്റെ പൊന്നെ വിളിക്കട്ടെ കേട്ടോ. അവർക്ക് ഞാൻ എന്തെങ്കിലും വേണം ചോട്ടെ. അപ്പോൾ ഞാൻ വിത്തൗട്ട് കാപ്പി കുടിക്കാനോ വന്നേട്ടോ. എനിക്ക് വയറത്തി ഛർദ്ദിക്കാൻ തോന്നി. പച്ചക്കറി മേടിച്ച് എനിക്ക് വയ്യണം. ഭക്ഷണം തീരില്ലല്ലോ. ഇന്നലെയൊക്കെ ഒന്ന് എപ്പോഴാണ് ഭക്ഷണം കഴിച്ച് 2 ചുട്ട പത്തിരി കഴിച്ചു, കുറച്ച് ചിക്കൻ കറി കൂട്ടിയിട്ട്. കുറേ ദിവസം ശേഷം അങ്ങനെ കഴിക്കാൻ ആഗ്രഹമുള്ള സാധനങ്ങൾ. അപ്പോൾ അത് എത്ര മണിക്ക് കഴിച്ചിട്ട് വന്നിട്ടൊരു 5:30-6 മണിക്ക് കഴിച്ചത്. അപ്പോൾ ഈ നേരമൊക്കെ ആകുമ്പോഴേക്കും പിന്നെ രാത്രി ഒന്നും കഴിച്ചിട്ടില്ല. പിന്നെ വായിക്കാൻ ഛർദ്ദിക്കാന്നപ്പോൾ ഒരു നാരങ്ങച്ചാറ് തോന്നി നക്കി. വായിൽ ഇങ്ങനെ ഭക്ഷണങ്ങളൊന്നും ഇല്ലാണ്ട് ഇത്ര മണിക്കൂർ പോകുമ്പോൾ അത്ര തന്നെ. ഇപ്പോൾ രാവിലെ കഴിച്ചു ഒരു 1/4 കപ്പ് വെള്ളം കുടിച്ചു, മഞ്ഞൾ വെള്ളം കുടിച്ചു, ഗുളിക കഴിച്ചു. ഒരു വിത്തൗട്ട് കാപ്പി കുടിക്കാൻ വന്നിട്ടുണ്ട്. ഹായ് അങ്ങനെ കാത്തു ഞങ്ങളുടെ കൂടെ കൂടിയിരിക്കുകയാണ്. ഞങ്ങൾക്ക് കുണക്കിന് സ്കൂൾ ഉണ്ടാക്കി. ഞാനൊരു വിത്തൗട്ട് ചായ കുടിച്ചു, ഒരു 10 ചായ കുടിച്ചു. പിന്നെ എന്താ, ഞങ്ങൾ പോയി പച്ചക്കറി മേടിക്കാൻ പോയി. അത് കഴിഞ്ഞിട്ട് പൊന്നുവിന് വയ്യാത്താനും ഞങ്ങൾ കുറച്ച് ഉണ്ടി സാധനമൊക്കെ മേടിച്ചിട്ട് ഒന്നും ഉണ്ടാക്കി കൊണ്ടു കൊടുക്കാൻ നേരില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഉണ്ണോട് വേണ്ട. ഞാൻ പറഞ്ഞു ഭക്ഷണം വെക്കണ്ട, ചോറൊക്കെ ഞാൻ ഉടനേരായിട്ടാണ് പോകുന്നത് കേട്ടാ. അപ്പണ്ട് പോയപ്പോ ഒരാൾ ഞങ്ങളുടെ കൂടെ കൂടിയിരിക്കണ്. കാറ്റുവറ്റെ പഞ്ഞേ അമ്മാമ്മയുടെ അപ്പാപ്പയുടെ കൂടെ പോഞ്ഞു തന്നെ. ഹായ് പറ
അപ്പു അപ്പുവിന്റെ അപ്പു മാമ മാമന്റെ ആ കുണുക്കനും അപ്പു വിളിക്കട്ടാ. ആരാ? അപ്പു സ്കൂളിൽ പോയിടാ. അപ്പു അപ്പു സ്കൂളിൽ പോയി. അപ്പു പോയി പോരൂട്ടാ. പ്രകടിപ്പിക്കരുത്. അതായത് ഞാൻ ഇവിടെ എത്തിയപ്പോ വീടാ കണ്ടോട് കൂടിയിട്ട് പിന്നെ ഭയങ്കര കയ്യടിയായിരുന്നു. കാണേണ്ട കാഴ്ച വീട് ഇവിടെ എത്തി തന്നപ്പോ കയ്യടി സന്തോഷം കാണണം. പൊട്ടെവിടെച്ചിന് മൂക്കുമ്പലാണോ ഒരു ഉമ്മാറ്റമ്മടെ പാപ്പന് രാവിലെ ഉറങ്ങിയ ശേഷം അപ്പാപ്പ അതായത് അവൾക്ക് സന്തോഷം വരുമ്പോ കാണിക്കുന്നതാണ് കേട്ടാ. അമ്മമ്മ അങ്ങനെയില്ലേ, ഞാൻ അപ്പൂനെ കൊണ്ടുവരാൻ പോട്ടാ. അപ്പോഴേക്കും നമുക്ക് മാമ വെക്കാൻ ചോറ് വെച്ചിട്ട് ഇനി കൂട്ടാൻ ഇനി മുട്ടയൊക്കെ തിന്നിട്ട് നമുക്ക് ഒക്കെ ചെയ്യാം. ഓക്കെ, ബായ് പറയാനോട്. ഒരു പ്ലെയിൻ അവിടെ നോക്കിട്ട് തക്കറ. അങ്ങനെ ഇനി അടുക്കളയിലത്തെ മറ്റുള്ള പഴങ്ങൾ നോക്കട്ടെ. ഇവിടെ നമ്മുടെ കാത്തുമ്മ ഇരിക്കുന്നുണ്ട്. കാത്തുമ്മേനെ വെച്ചിട്ട് വേണം ഞങ്ങൾക്ക് പണി വെക്കാം. അല്ല പിന്നെ മുടിയൊക്കെ കെട്ടിവെച്ചിട്ടുണ്ട്. കുഞ്ചിരാമോടൊക്കെ കെട്ടിവെച്ചിട്ട് ബാക്കി കൂടെ പോകുന്നതാ. അമ്മമ്മ മുടി കെട്ടിയതാ കേട്ടാ. അമ്മേ ഇപ്പൊ പോയാ കോഴിമുട്ട ഇങ്ങനെ തിന്നപോലെ മട്ടുപ്പേരില്ലേ ഒക്കെ നമുക്ക് കഴിയാം. തരി ഉപ്പും കുറച്ച് കുരുമുളക് പൊടി ഇട്ടിട്ടേ മിക്സ് ആക്കി വെക്കാം. കണ്ട കുരുമുളക് പൊടി ഞാൻ ഇപ്പൊ മേടിച്ചു തന്നില്ലേ പച്ചക്കറി. അപ്പൊ കവറുണ്ടോ? ചുരിദാറൊക്കെ ലൂസായി കണ്ട. തുന്തിരി വാവി മോനാണോ? മോനെ തന്നില്ല മമ്മ. അതെന്തി പാത്രം ഇവിടെ? കണ്ട അങ്ങനെയുള്ള തുപ്പി കുപ്പായ പോയിട്ട് കാശ് ഞാനുണ്ട്. ഞാൻ എടുത്തേക്കാം. അങ്ങനെ കുരുമുളക് പൊടി കുറച്ച് ഉപ്പും കൂടിയിട്ട് ചോദിപ്പിച്ചു. അങ്ങനെ അതൊക്കെ മുട്ടയിലേക്ക് ഒന്ന് മുക്കി വെക്കാം കേട്ടോ. എന്നിട്ട് വയ്ക്കാം. അതിൻ്റെ മട്ടുപ്പേരി നാളെ കുറച്ച് ബിരിയാണി ഉണ്ടാക്കാം ഇവിടെ. രാവിലത്തെ ഫുഡപ്പോൾ ഒരു വിത്തൗട്ട് കാപ്പി കുടിച്ചു. 2 കോഴിമുട്ട പോയി കേട്ടാ. കോഴിമുട്ട ഇരിക്കുന്നിട്ടാണ്. ഇതൊന്നും ഇല്ലല്ലേ? ഞാൻ തന്നെ കൂട്ടത്തില്ല ചേന പത്തത് വെള്ളത്തിട്ടേക്കാം. ഇതൊന്നുമില്ല. ഇനി ഒരു ഗ്ലാസ് കൂടെ വെള്ളം കുടിച്ചാൽ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ പരിപാടി കഴിഞ്ഞു കേട്ടോ. സിമ്പിളായിട്ട്.
പോയിട്ടുണ്ട് ഞാൻ ചെറുപ്പത്തിൽ ചെയ്തത് കാര്യമാണ്. ഡോണ്ട് അയ്യോ അയ്യോ ഡൊണ്ണു വേണ്ട നമുക്ക്, ഡൊണ്ണു വേണ്ട. ഇനി പാപ്പു തിന്നെ അമ്മ പണിയോട് നോക്കട്ടെ. ഓക്കെ എഗ്രി തിന്തിരി കുട്ടി അമ്മമ്മ പാട്ട് പാടിയ പാടിയ ഞാൻ ചോദിച്ചാൽ ചങ്കര പെണ്ണെ തിന്തിരി പെണ്ണെ അമ്മമ്മ പെണ്ണെ അതൊരു കഥ പാട്ട് പാടുക. ആ തുന്തിരി പെണ്ണെ അമ്മമ്മ പെണ്ണാണേ. ആ പാൽക്കുപ്പിയാ അത് ഞാൻ കാണിച്ചിട്ട് പുതിയ മേടിക്കാം, അത് പഴയത്. ഓക്കെ 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 പറഞ്ഞവരോട് തന്നെ ഓക്കെ ആണ്. ഓക്കെ താക്കള പെണ്ണു പറഞ്ഞു കൊടുക്ക്, പറഞ്ഞു ചുമണ്ടില്ല കേട്ടോ അമ്മ. A4 എന്താ പറഞ്ഞു വെച്ചേ? A4 ഭയങ്കര സാധനം അറിയാത്ത മിണ്ടില്ല. A4 A4 ആപ്പിൾ. B4 ബോൾ, അതിനെ ബോളിനെ പറഞ്ഞിട്ടാ. C4 ആപ്പിൾ കാറ്റ്, C4 കാറ്റ്. അങ്ങനെ രാവിലത്തെ പരിപാടികളായിട്ട് ഓരോന്ന് തുടങ്ങിയിട്ട് അപ്പോൾ ഞാൻ ഇന്നത് ഈ പച്ചക്കറി മേടിക്കാൻ പോയപ്പോൾ എനിക്ക് കിട്ടിയത് നല്ല ഫ്രഷ് ആയിട്ട് നമ്മൾ ബീട്രൂട്ട് കിട്ടിയിട്ട്. അപ്പോൾ എനിക്ക് ബീട്രൂട്ട് 2 ഞാൻ മേടിച്ചോട്ടെ. എന്താ വെച്ചാൽ നമ്മൾ കുറേ കൊണ്ടുവച്ച് വാടി കഴിഞ്ഞാൽ ചൂവില്ല, പിന്നെ അത് ഉണ്ടാക്കി കഴിഞ്ഞാട്ടോ. അപ്പോൾ ഇത് നല്ല ഫ്രഷ് ആയിട്ടുള്ള നല്ല ബീട്രൂട്ടാണ്. അപ്പോൾ ബീട്രൂട്ട് ഉപ്പേരി ചെയ്യുമ്പോൾ കുറേ നാളികേരം ചെരുക്കി കുറേ അത്ര കഷ്ടപ്പാടൊന്നും ഇല്ല. നമുക്കിത് നമ്മൾ മക്കൾക്ക് സ്കൂളിലേക്കും ഓഫീസിലാകുമ്പോൾ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഉപ്പേരിയാണ് കേട്ടോ. അപ്പോൾ ഇതേ ബീട്രൂട്ട് നമ്മൾ തൊലി ചെത്തിയതേ ഇങ്ങനെ ചോപ്പറിലിട്ടിട്ട് 1 2 3 വലിച്ച് കഴിഞ്ഞാൽ നമുക്ക് പറന്ന് വെച്ചിട്ട് അത് നന്നാക്കി ഇട്ടിട്ട് നോക്കട്ടെ. നല്ല അങ്ങനെ കുനുകുനാന്നരിയൂട്ടെ. എന്താ വെച്ചാൽ പെട്ടെന്ന് നമുക്കത് വെന്ത് കിട്ടാനായാലും വാടി കിട്ടാനൊക്കെ ബെസ്റ്റാണ് കേട്ടോ. അങ്ങനെ ഞാൻ 2 ബീട്രൂട്ടും കുനുകുനാന്നരിഞ്ഞ് എടുത്തു. അതിലേക്ക് ഞാനൊരു വലിയൊരു സബോള ഇട്ടു. നമുക്ക് എരിവിനനുസരിച്ച് എത്ര പച്ചമുളകാണ് വേണ്ടത് അത്രയും പച്ചമുളക് ഇട്ട് കൊടുക്കണം. അപ്പോൾ എരിവ് ഓരോരുത്തരും ഇഷ്ടമാണ്. അപ്പോൾ അതിനനുസരിച്ച് ഞാനും പച്ചമുളകൊക്കെ കഴുകിയിട്ട് ഇട്ട് കൊടുത്തു കേട്ടോ. അങ്ങനെ നന്നായി നമ്മൾ ബീട്രൂട്ട് ഉപ്പേരി വയ്ക്കുമ്പോൾ കുറച്ച് എരിവ് വേണം കേട്ടോ. എന്താ വെച്ചാൽ ബീട്രൂട്ടിന് ഓൾറെഡി മധുരമാണ്. അപ്പോൾ അതിലൊരു എരിവും കൂടി ഉണ്ടെങ്കിൽ ടേസ്റ്റില്ല. അപ്പോൾ നമ്മുടെ ബീട്രൂട്ടും സബോളയും പച്ചമുളകും കൂടി ഒരുമിച്ച് യോജിച്ചിരുന്നു. അതിലേക്ക് ഒരു നുള്ളു മഞ്ഞൾപ്പൊടി, എന്താ വെച്ചാൽ നമ്മൾ മണ്ണിൻ്റെ അടിയിൽ ഉണ്ടാവുന്നതല്ലേ, വല്ല വിഷാംശമോ കാര്യങ്ങളോ വേണ്ട വെച്ചാൽ നുള്ളു മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്ത് പിന്നെ നമ്മളിടുന്നത് അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കുക. ഉപ്പിട്ട് കൊടുത്ത് ഇത് നന്നായി അങ്ങോട്ട് യോജിപ്പിച്ച് വയ്ക്കുക. കണ്ട അങ്ങനെ യോജിപ്പിച്ച് അങ്ങോട്ട് സെറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഉപ്പേരിയുടെ 3/4 പരിപാടിയും കഴിഞ്ഞു. എത്ര പെട്ടെന്നാന്ന് നോക്കി കഴിഞ്ഞാൽ അടുത്ത പരിപാടി എന്താ വെച്ചാൽ കണ്ട ഇതൊരു 2-3 സെക്കൻഡ് അങ്ങനെ ഇരിക്കുമ്പോഴേക്കും എന്താ കൂടുന്നത്, ഈ ഉപ്പേരിയൊക്കെ ശരിക്കും നമ്മുടെ ബീട്രൂട്ടിൻ്റെ ഉള്ളിലാണ്ട് പിടിക്കൂട്ടാ. അതിനാണ് നമ്മളിങ്ങനെ ഇളക്കുന്നത്. ഈ എണ്ണയിൽ മൂപ്പിച്ചെടുക്കണേക്കാളും ടേസ്റ്റായിട്ട്, സവാള എണ്ണയിലൊക്കെ മൂപ്പിച്ചെടുക്കണേക്കാളും ടേസ്റ്റായിട്ടാണ് എനിക്ക് ഇങ്ങനെ ഫീൽ ചെയ്തത്. നമ്മൾ പല തരത്തിലും വെക്കും. നമ്മൾ ചെറിയ മൺചട്ടി എടുത്തു, കടുക് പൊട്ടിച്ചു, വെളിച്ചെണ്ണ കേട്ടോ. വെളിച്ചെണ്ണയിൽ കടുക് പൊട്ടിച്ച് അതിലേക്ക് നമ്മൾ ഇടുന്നത് ഇനി കറിവേപ്പിലും വറ്റൽമുളക് ഇടുന്നു കേട്ടോ. ഈ വറ്റൽമുളക് എന്തിനാ ഈ വറ്റൽമുളക് ഇട്ടാൽ എനിക്ക് ഫ്ലേവർ വരില്ല. വറ്റൽമുളക് ഇട്ട് കൊടുക്കുന്നു കേട്ടോ. അങ്ങനെ കടുകൊക്കെ പൊട്ടിച്ച് അതിലേക്ക് നമ്മൾ ഈ കറിവേപ്പിൽ വറ്റൽമുളക്, അപ്പോൾ ഈ വറ്റൽമുളക് ഉണ്ടാക്കുന്നത് വറ്റൽമുളക് പൊട്ടിച്ചത്. അപ്പോൾ ആ വറ്റൽമുളകുള്ള ഫ്ലേവർ നമ്മൾ കഴിച്ച് ഇട്ടത്. അതുകൊണ്ടാകുമ്പോൾ അതിൻ്റെ ഉള്ളിലത്തെ ഫ്ലേവർ വരില്ല. കാണാൻ ഭംഗിയുണ്ടാവും, പക്ഷേ ഫ്ലേവർ ഇട്ടില്ല.
ഞാൻ മേടിക്കാൻ പോകുന്ന ഭംഗിക്ക് നമുക്ക് 2 ദിവസം അങ്ങനെ ഫീൽ ചെയ്തു നമ്മൾ ചട്ടിക്കൊക്കെ ഇട്ടൊരു ചെറിയ ഫീൽ ചെയ്തു. പിന്നെ അതിലേക്ക് നേരെ നമ്മൾ ചോപ്പ് ചെയ്ത് വെച്ച ബീട്രൂട്ടും പച്ചമുളകും സബോളയൊക്കെ ഇട്ടു ഇങ്ങനെ ചെറുതാക്കിയിട്ട് ശരിക്കും ഒരു 5 മിനിറ്റ് മൂടി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വളരെ സ്വാദിഷ്ടമായ ബീട്രൂട്ട് റെഡി. എത്ര പെട്ടെന്നല്ല പണി. ഇത് ഒരു ചെറിയ തീരെ വെച്ച് നമ്മൾ അപ്പുറത്തുള്ള പാത്രവും നമ്മുടെ ചോറ്റുപാത്രമൊക്കെ കഴുകി സെറ്റ് ചെയ്ത് വെള്ളം തുടച്ചെടുക്കുമ്പോൾ നമ്മൾ ഉപ്പേരി റെഡി. ഇനി അടുത്ത പരിപാടി എന്താ വെച്ചാൽ നമ്മൾ നല്ല മോരി വെച്ചിട്ട് എന്താ വെച്ചാൽ ഇന്ന് നമ്മൾ ഇവിടെ കുഞ്ഞുവിന് നമ്മൾ ചോറ് കൊണ്ടുപോകാന്ന് വെച്ചിട്ട് പൊന്നു തീരെ വയ്യാണ്ടിരിക്കണം. അപ്പോൾ കുറച്ച് ചോറ് കൊണ്ടുപോകാന്ന് വെച്ചു. അപ്പോൾ ഞാൻ അതേ ഒരു സബോള എടുത്തരിഞ്ഞു, ഒരു 2 പച്ചമുളക്, ഒരു 3-4-5 വെളുത്തുള്ളിയുടെ മണം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അതുകൊണ്ട് ഞാൻ കുറച്ച് വെളുത്തുള്ളി കൂടുതലുണ്ട്. അത് ഇഷ്ടമില്ലാതെ കുറച്ചിട്ടാൽ മതി കേട്ടോ. ഇനി ഇല്ലെങ്കിലും കുഴപ്പമില്ല. ഒരു വലിയൊരു തക്കാളി കുരുമുനാന്ന് അരിഞ്ഞു കേട്ടോ. അത് കഴിഞ്ഞിട്ട് നമ്മൾ കറിവേപ്പില വറ്റൽമുളകൊക്കെ വെച്ചു. അങ്ങനെ നമ്മുടെ കൂട്ടാൻ രണ്ടാമത്തെ നമ്മൾ മോര് കാച്ചി തക്കാളി മോരും കൂടിയിട്ട് പച്ചടിയാണ് കേട്ടോ. അപ്പോൾ അത് സെറ്റായി. അപ്പോൾ നമ്മളത് ആദ്യം നമ്മളൊരു മൺചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. എനിക്ക് മൺചട്ടിയോട് ഒരു പ്രത്യേക ഇഷ്ടമാണ്. അങ്ങനെ മൺചട്ടി അടുപ്പത്ത് വെച്ചു. അതിലേക്ക് നമ്മൾ കുറച്ച് ഒരു ടീസ്പൂണൊക്കെ ഒരു വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. അതിലേക്ക് നമുക്കിതിൽ ഓരോരോ ഐറ്റംസ്. ആദ്യം നമ്മൾ ഇടുന്നത് കടുകും ഉലുവയാണ് ഇടുന്നത്. കടുക് പൊട്ടി ആണ്, ഉലുവയും പൊട്ടി വന്നപ്പോൾ നമ്മൾ വറ്റൽമുളകും കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തു. പിന്നെ വെളുത്തുള്ളി ഇട്ട് കൊടുത്തു. പിന്നെ നമ്മുടെ സബോളയും പച്ചമുളകും ഇട്ട് കൊടുക്കണം കേട്ടോ. ഇതൊന്ന് ജസ്റ്റ് വാടിയുമ്പോഴേക്കും സബോള ഇട്ട് കൊടുത്തു. അത് ജസ്റ്റ് ഒന്ന് വാടി വരുമ്പോഴേക്കും നമ്മുടെ തക്കാളി ഇട്ട് കൊടുത്തു കേട്ടോ. ഇതൊന്നും ഒരുപാട് വാടി മൊരിയേണ്ട കാര്യങ്ങളില്ല. പിന്നെ അതിലേക്ക് നമ്മൾ മഞ്ഞൾപ്പൊടി, മുളകും പൊടി, പിന്നെ ഇടുന്നത് ജീരകപ്പൊടി, ഉലുവപ്പൊടി, ഈ 2 ഇട്ട് കൊടുത്തു കേട്ടോ. ഇത് നന്നായി അങ്ങോട്ട് ആ മൂത്ത പൊടിയുടെ കുത്തൊക്കെ മാറിയപ്പോൾ നമ്മൾ തക്കാളി ഇട്ട് കൊടുത്തു. തക്കാളി ഒന്ന് ഉടഞ്ഞ് വന്നു കഴിഞ്ഞാൽ കുറച്ച് വെള്ളം ഒഴിച്ച് ഒരു 5 മിനിറ്റ് ആ തക്കാളി ഒന്ന് വേവിക്കാൻ വേണ്ടി നമുക്ക് കിട്ടാൻ വെള്ളം ഒഴിച്ചു. തക്കാളി വേവാൻ വേണ്ടി വെച്ചിട്ടും ഇനി വെന്തതിൻ്റെ ശേഷമാണ് അടുത്ത പരിപാടി. അപ്പോഴേക്കും നമ്മുടെ ഉപ്പേരി സെറ്റായിട്ട് നമ്മുടെ ഉപ്പേരി ഒരു നേരം നോക്കി നമ്മൾ തൊലിയൊക്കെ ചെത്തി കഴിഞ്ഞ് അരിഞ്ഞിട്ട് ഒരിക്കലും കഴുകല്ല കേട്ടോ. അപ്പോൾ ഈ ഒരു നോക്കി അതാ പപ്പര തിന്നാ എന്നിട്ടായി അതാ കയ്യിലോണ്ട് കിട്ടണം. കയ്യിലോട്ടാണ് അത് വേറെ ഇത് വേറെ. എങ്ങനെയുണ്ട് ബീട്രൂട്ട്? നല്ല മധുരല്ല ബീട്രൂട്ട്. എരിവുണ്ടല്ലേ മുളക്? നല്ല ചോടിയുള്ള മുളകാട്ടാണ്. നല്ല എരിവുള്ള മുളക. എന്നിട്ട് എന്നോട് കാന്താരി പൊട്ടിച്ചോട്ടാ. വേണ്ട കേട്ടോ, നല്ല എരിവുണ്ടല്ലോ. ഉപ്പേരി അതാണ് ഈ ഒരു ഉപ്പേരി കൂട്ടി ചോറിന സുഖാട്ടാ. ഉപ്പേരി ഒരു മീൻ വറുത്തുകൊണ്ടെങ്കിൽ മീൻകറി നിർത്താവുന്ന നിർബന്ധമൊന്നുമില്ല. നല്ല എത്തിച്ചേക്കുന്ന ചേച്ചൻ മോളനി കൊണ്ടുപോയില്ലെങ്കിൽ ഇവിടെ കഴിച്ചോളാം. ഓ അങ്ങനെ നമ്മളിത് അടുത്ത പരിപാടി നല്ല ചൂരൽ നല്ല കേര മീൻ കറി വെക്കാനുള്ള മുളകിട്ട് വെക്കാൻ വേണ്ടി നമ്മളിത് ചുവന്നുള്ളിയും വെളുത്തുള്ളി ഇഞ്ചി ഒക്കെ നന്നാക്കലും വെളുത്തുള്ളി അരിഞ്ഞു ഇഞ്ചി അരിഞ്ഞു ചുവന്നുള്ളി അരിഞ്ഞു ഒക്കെ ചടപടാന്ന് വെച്ചിട്ട് അങ്ങനെ നമ്മുടെ മോരിക്കറിയുടെ ബാക്കി വീഡിയോ എനിക്ക് എടുക്കാൻ പറ്റിയില്ല, അതുണ്ടായത്. പിന്നെ നമ്മളിത് ഇഞ്ചി വെളുത്തുള്ളി ആദ്യം ഉലുവ പൊട്ടിച്ചു, എനിക്ക് ഇഞ്ചി വെളുത്തുള്ളി ഇട്ട് കൊടുത്തു. നമ്മൾ ഷാപ്പിലെ മീൻ കറി എന്ന് പറഞ്ഞാൽ ആ ഒരു ടേസ്റ്റാണ് ഇങ്ങനെ വെക്കുമ്പോൾ, മുളകിട്ട് വയ്ക്കുമ്പോൾ. അങ്ങനെ നമ്മൾ ഉലുവയും ഇതൊക്കെ ഇട്ട് നമ്മൾ അതൊക്കെ നന്നായി മൂത്തതിന് ശേഷം നമ്മൾ കറിവേപ്പിലും പച്ചമുളകും ചുവന്നുള്ളിയും ഇട്ട് കൊടുത്തു കേട്ടോ. അതൊന്ന് വാടി വരുമ്പോൾ കുറച്ച് ഉപ്പിട്ട് കൊടുത്തു, നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുത്തു. ഇനി ഇത് വാടി വരുമ്പോൾ മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, കാശ്മീരി ചില്ലി പൗഡർ, സാധാ മുളക് പൊടി, ഇതാണ് കേട്ടോ നമ്മുടെ. അപ്പോൾ എരിയൊക്കെ ഓരോരുത്തരനുസരിച്ചിട്ട് കൊടുക്കും. എന്നിട്ട് നമ്മളിത് ഇതൊന്നും മൂപ്പിച്ച് ഒരുപാട് എണ്ണ ഞാൻ ഒഴിച്ചിട്ടില്ല, നിങ്ങൾ കാണുമ്പോൾ അറിയണ്ടാവും അതിങ്ങനെ പൊടി എണ്ണ എടുക്കണ. അങ്ങനെ നന്നായ പൊടി മൂത്തതിനോട് കൂടിയിട്ട് നമുക്ക് ഞാനൊരു 5-8 കുടംപുളി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. അതൊരു കപ്പ് കൂടിയിട്ടാണ് ഒഴിച്ച് കൊടുത്തത്. നമ്മളിതിലേക്ക് വേറെ പുളിയും കാര്യങ്ങളും ചേർക്കുന്നില്ല, കുടംപുളി മാത്രം. അപ്പോൾ ഒരു 5-8 കുടംപുളിയൊക്കെ ഇടും കേട്ടോ. ചില പുളിയൊക്കെ ആകുമ്പോൾ ഒരു 3-4 മതി. ഈ പുളി ഓൾറെഡി പുളി കുറവാണ്. പിന്നെ ഒരു കപ്പ് കൂടി വെള്ളം ഒഴിച്ച് കൊടുത്തു. പിന്നെ കുണക്കിനും സ്കൂളിൽ നിന്ന് കൊണ്ടുവരാൻ വരെ പോകേണ്ട ആവശ്യമായി കഴിഞ്ഞ് എന്ത് ചെയ്തു, തിളയ്ക്കാൻ നിന്നില്ല, മീൻ കൊണ്ട് ഇട്ടിട്ട് മൂടി വെച്ച് ചെറിയ തീരിയിട്ട് ഞാൻ പോയിട്ട് കുണക്കിനും സ്കൂൾ വിടുന്ന നേരെ 12:30 സമയമായി കേട്ടോ.
അപ്പോൾ അവരെ കൊണ്ടുവരാൻ പോകാനുള്ള പരിപാടിയിലാണ് ഞങ്ങൾ. അങ്ങനെ മീൻ കൂട്ടാനൊക്കെ മോര് കറിയായി, മീൻ കറി മൂടി വെച്ചു. നമ്മളങ്ങനെ ഞങ്ങൾ പോയി കൊടുന്നു. നമ്മുടെ കുണക്കൻ ചെക്കൻ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇത് യൂണിഫോമൊക്കെ ഓരോ പരിപാടിയുണ്ട്. അപ്പോൾ എന്താ അമ്മ ചെയ്യുന്നിട്ട് വന്നതാട്ടോ. അപ്പോൾ ഈ നമ്മൾ വരുമ്പോഴേക്കും മീൻ കറി ചെറിയ തളിയും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ നീര് ഉപ്പ് കുറവെന്ന് പറഞ്ഞപ്പോൾ ഞാൻ കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഉലുവപ്പൊടി ഇട്ട് കൊടുത്തിട്ട് മീൻ കറി ഏകദേശം ഒന്ന് കുറുകിയതിനോടുകൂടി ഞാൻ കുറച്ച് ഉലുവപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ കേര മീൻ കറി മുളകിട്ടത് അടിപൊളിയായിട്ട് അതായി. പിന്നെ ഇത് അതിനായിട്ട് ഈ ഒരു മീൻ മേടിച്ച് കേര 4 കഷ്ണം വറക്കാൻ വെച്ചിട്ടുണ്ട്. അതിൻ്റെ പരം അതിനായിട്ട് ഇത് ഇന്നാൾ കടപ്പുറത്ത് മേടിച്ച് വന്ന മീനാണ്. അയിലപ്പാരാന്ന് എന്തൊക്കെയോ പറയണ്ടത്, എന്താണെന്ന് എനിക്കറിയില്ല. പക്ഷേ ഞാൻ മസാല പറയുമ്പോൾ എൻ്റെ കൈമ കുത്തിപ്പിക്ക് ജയിച്ചൊന്നും ഞാൻ അതിനായിട്ട് എന്നെ പറ്റി മസാല പറ്റുകയാണ്. അത് നന്നാക്കി ഒക്കെ ചെയ്ത് കൊടുത്തു. പിന്നെ ഇതേ ഒരു മുറി നാളികേരം, ഒരു 3-4 പച്ചമുളക്. ഈ പച്ചമുളക് എരിവ് കുറവാന്ന് തോന്നിയപ്പോൾ ഒരു 4-5 വേറെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. മൊത്തം ഒരു 10 പച്ചമുളക് ഞാൻ ചമ്മന്തിക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു 4-5 ചുവന്നുള്ളി, കറിവേപ്പില, പച്ചമുളകൊന്നും പണ്ടത്തെ പോലെ എരിവില്ല, എന്താ ചെയ്യുക. പിന്നെ നല്ല പച്ചമാങ്ങ കേട്ടോ, കറിവേപ്പില, ഉപ്പ്, വേറെ ഒന്നും വേണ്ട കേട്ടോ. ഈ ഒരു ചമ്മന്തിക്ക് നമ്മൾ വേറെ ഇതിൽ ഇഞ്ചിയോ കാര്യങ്ങളോ ഒന്നും കൊണ്ടിടരുത്. അപ്പോൾ ഈ ചമ്മന്തിയുടെ സ്മെല്ലേ നമുക്ക് മാറിപ്പോവും. ഈ ഒരു ഇത് മാത്രം ഇട്ട് ഈ ചമ്മന്തി ഉണ്ടാക്കി നോക്കി, ഇതൊരു ടേസ്റ്റ് ഒന്നും. അപ്പോൾ അങ്ങനെ നമ്മുടെ ചമ്മന്തിക്കുള്ള അടുത്ത പരിപാടി റെഡി. ചമ്മന്തിയൊക്കെ സെറ്റായി. അങ്ങനെ അപ്പുറത്ത് നമ്മൾ മീൻ വറുക്കാളൊക്കെ കേര മീൻ വറുത്ത് വെച്ചിട്ടുണ്ട്. അയിലപ്പാര ഓരോന്നോരോന്നായിട്ട് ഇങ്ങനെ വറുത്ത് പോരുന്നുണ്ട്. അപ്പോഴേക്കും നമ്മുടെ അടുക്കളയിൽ പാത്രം മൂറിലും അടുക്കള ക്ലീനിങ്ങും ഏകദേശം കഴിഞ്ഞു. ഇന്ന് ഹെൽപ്പറില്ല, അനുവേട്ടനല്ല എൻ്റെ ഹെൽപ്പർ. ഇന്ന് അനുവേട്ടൻ കാർത്തൂന് എടുത്ത് നടക്കണം. ഇന്ന് അനുവേട്ടൻ എനിക്ക് പണിയെടുക്കാൻ കിട്ടിയില്ല. അങ്ങനെ എൻ്റെ ഹെൽപ്പർക്ക് ഇന്ന് പണി കാർത്തൂന് എടുത്ത് നടക്കുക എന്നുള്ളതാണ് കേട്ടോ. അപ്പം എന്നെ എല്ലാം സഹായിച്ചാൽ അനുവേട്ടൻ ഒന്നും സഹായിച്ചാൽ വേണ്ടി ഒക്കെ ഒറ്റയ്ക്കായിരുന്നു കേട്ടോ. എന്താ വെച്ചാൽ കാർത്തുമ്പോൾ ഞങ്ങളുടെ കൂട്ടുള്ളതിനും താഴത്ത് ഇറക്കി നടത്തി വീണാരോ എന്ന് പേടിച്ചിട്ട് അതിൻ്റെ കാർത്തുമോളെ താഴത്ത് ഇറക്കാൻ എടുത്തുകൊണ്ട് നടക്കുകയാണ് കേട്ടോ. അവളെ എടുത്തുകൊണ്ട് നടക്കുക. ഞാൻ പറഞ്ഞു എന്നിട്ട് കാർത്തൂർ എടുത്ത് നടന്നു, ഞാൻ ഫുഡൊക്കെ പെട്ടെന്ന് ഉണ്ടാക്കിയോളാം. അങ്ങനെ നമ്മളോട് പറ്റണ പോലെ നമ്മൾ 2 തരം മീൻ വറുത്തു, ചമ്മന്തി ഉണ്ടാക്കി, മോരുകറി ഉണ്ടാക്കി, മീൻ കറി ഉണ്ടാക്കി, ബീട്രൂട്ട് ഉപ്പേരി ഉണ്ടാക്കിയത്. ഇതൊക്കെ ഇങ്ങനെ ഉണ്ടാക്കിയുണ്ട്. പിന്നെ നമുക്കിതൊരു പൊതിച്ചോറാക്കാൻ തോന്നും അല്ലേ. അപ്പോൾ ഇപ്പോൾ കോഴിമുട്ടയ്ക്ക് ഭയങ്കര ചിലവാണ്. വീട്ടിൽ കോഴിമുട്ട കഴിഞ്ഞാൽ ഞാൻ കടയിൽ പോയി പനയായിട്ട് മേടിക്കാൻ പറയാൻ മറന്നു. അങ്ങനെ ഓംലേറ്റിൻ്റെ ഒരു കുറവുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ എന്തായാലും വെളുത്തുള്ളി അച്ചാറും നാരങ്ങച്ചാറും ചമ്മന്തിയും ബീട്രൂട്ട് ഉപ്പേരിയും നല്ല കേര മീൻ കറി മുളകിട്ടതും, എന്താ പറയുക, ഈ സത്യം പറഞ്ഞാൽ അഞ്ഞുവേട്ടന് കുണുക്കനൊരു പൊതി, കുണിക്കുമ്പോഴേക്കൊരു ചെറിയ പൊതി, പൊന്നിനും ഷെബിക്കും ഒരു പൊതി, കുഞ്ഞിനൊരു പൊതി. അവിടെ ലാസ്റ്റത്തെ പൊതി കുഞ്ഞിൻ്റെ ആട്ടാ. അത് കുറച്ച് ചൊറിച്ച് അത് പൊതി ഞാൻ അവൾക്കുള്ള കഴിക്കാൻ വേണ്ടി അവിടെ വെച്ചിട്ട് അവിടെ ഞങ്ങളുടെ കൂടെ ഞാൻ പൊന്നിൻ്റെ വീട്ടിലേക്ക് വന്നേക്കാട്ടാ. പക്ഷേ പാവം അന്നേട്ടന് ചോറ് കിട്ടിയില്ല. അന്നേട്ടനോട് ചോദിച്ചു, നിങ്ങൾക്ക് ചോറ് തികഞ്ഞു ചോദിച്ചാൽ കാർത്തൂന് ഉറക്കാൻ കൊടുത്തു. അപ്പം എന്നോട് കിട്ടിയാലല്ലേ തികയുള്ളൂ, നിൻ്റെ മോനൊക്കെ തിന്നു എന്ന് പറഞ്ഞു. അങ്ങനെ എന്നേട്ടൻ കഴിച്ചിട്ട് പിന്നെ ഞാൻ പൊന്നൂന് രാത്രിക്കുള്ള ചോറാണ് കേട്ടോ. ആ പാത്രത്തിൽ പൊതിച്ചോറാക്കിയില്ല, പാത്രത്തിൽ ചോറാക്കി. അതിലൊരു പാത്രത്തിൽ ഉപ്പേരിയൊക്കെ ഏകദേശം കഴിഞ്ഞപ്പോൾ കുറച്ച് ഉപ്പേരിയും കുറച്ച് ചമ്മന്തിയും കുറച്ച് മീൻ വറുത്തതൊക്കെ ഇട്ടു. അങ്ങനെ അടച്ചു. പിന്നെ 2 പാത്രത്തിൽ ഞാൻ മീൻ കറി മോരും കറി ആക്കി വെച്ചു കേട്ടോ. അങ്ങനെ ഞാൻ പറഞ്ഞ കാർത്തുമ്മേനെ കുളിപ്പിക്കാനുള്ള വെള്ളം വെച്ച് കൊടുത്തു. കാർത്തുവിനെ കുളിപ്പിക്കുന്നുണ്ട് കേട്ടോ. അതിനായിട്ട് അപ്പുറത്തെ കാർത്തുവിനെ കുളിപ്പിക്കിയിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ അടുക്കളയൊക്കെ ക്ലീനാക്കി. എന്താ വെച്ചാൽ ഒരുപാട് കറികളും കാര്യങ്ങളും വയ്ക്കുമ്പോൾ നമ്മുടെ ചെറിയ അടുക്കളയിൽ കറി പെട്ടെന്ന് അങ്ങോട്ട് മുഷിയും. അപ്പോൾ അതൊക്കെ കഴുകി സെറ്റാക്കി കഴിഞ്ഞു. അങ്ങനെ നമ്മൾ പറഞ്ഞ് നമ്മുടെ പൊന്നിൻ്റെ വീട്ടിലേക്ക് എത്തിയിട്ടാണ്. അങ്ങനെ പൊന്നിൻ്റെ വീട്ടിലെത്തിയപ്പോൾ ഇവരെല്ലാവരും കുണിക്കും. സ്കൂൾ വിട്ട് വന്നു. ട്യൂഷൻ കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ പൊന്നിൻ്റെ വീട്ടിൽ ചോറ് കൊണ്ടുവരിട്ട്. ഞങ്ങളൊരു 3:30 നേരെ കുഞ്ഞിന് 3:30 കഴിഞ്ഞ് 3:45 അതിന് പൊന്നിൻ്റെ വീട്ടിലേക്ക് വരുമ്പോൾ. അപ്പോൾ ഞാൻ പൊന്നിനോട് പറഞ്ഞു, നിങ്ങൾ എന്തെങ്കിലും മുട്ട പോയിന്തോ ജ്യൂസോ ഫ്രൂട്ട്സ് എന്തെങ്കിലും കഴിച്ചോ കൊണ്ടുവന്നേരം കുണിക്കിന് ട്യൂഷൻ കഴിഞ്ഞിട്ട് വരാൻ പറ്റുള്ളൂ. അപ്പോൾ കുഴപ്പമില്ല അമ്മ, ഉണ്ണോളെ ട്യൂഷൻ കഴിഞ്ഞിട്ടാണ്. ഉണ്ണോളെ ട്യൂഷനൊക്കെ കഴിഞ്ഞപ്പോൾ ഉണ്ണോൾക്കും വിശന്നു. അവരും ഒന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ലല്ലോ. അങ്ങനെ നമ്മുടെ കുണുക്കൻ്റെ കൈയാണിട്ട് സൈഡിൽ കാണും. കുണുക്കിനുണ്ടല്ലോ പൊതിച്ചോറ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഒരു ആവേശമായിക്കണം. പിന്നെ കുഴപ്പമില്ല, നമുക്ക് വലിയ പണിയൊന്നും ഇല്ലല്ലോ. ചോറും കറി ഉപ്പേരിക്കണം അതൊക്കെ എടുത്തൊന്ന് പൊതിഞ്ഞാണ് വെച്ച് കഴിഞ്ഞാൽ അവരും ഹാപ്പി, അവർ കഴിക്കണതാണ് നമ്മളും ഹാപ്പി. നല്ല അവർ കഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ മനസ്സ് പയറൊക്കെ എനിക്ക് തിന്നാൻ പറ്റില്ലെങ്കിലും അവർ കഴിച്ച് കാണുമ്പോൾ ഒരു സന്തോഷം ഇരിക്കണമെങ്കിൽ കുണിക്കുമ്പോൾ ഒരു പൊതി. ഇത് അന്വേഷണി കുണിക്കേണ്ടി ആയിട്ട്. പക്ഷേ അന്വേഷണി പറഞ്ഞു മീൻ കറിയുള്ള സൈഡുണ്ട്, അത് മാത്രം അന്വേഷണം കിട്ടുള്ളൂ. ബാക്കിയൊക്കെ ബീട്രൂട്ട് ഉപ്പേരി കാര്യങ്ങളൊക്കെ അവൻ കഴിച്ചിട്ട്